നമുക്ക് ഈ വീഡിയോയിൽ ലിസ്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എല്ലാം ഒന്ന് കാണാം. നമുക്കൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ലിസ്റ്റ് L ഈക്വൽ ടു 1 2 3 4 ഷിഫ്റ്റ് പ്ലസ് എൻ്റർ പ്രിന്റ് L. നമുക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് വിത്ത് എലമെന്റ്സ് 1 2 3 4. നമുക്ക് ഈ ലിസ്റ്റിന്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് L ക്ലാസ് ലിസ്റ്റ് തന്നെയാണ് L എന്ന് പറഞ്ഞ ഈ വേരിയബിളിന്റെ ടൈപ്പ്. നമുക്ക് ഈ ലിസ്റ്റിന്റെ ലെങ്ത് അറിയണം. അതിന് നമുക്ക് len എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. len ഓഫ് L1, len ഓഫ് L 4 ഈ ലിസ്റ്റിന്റെ ലെങ്ത്. നമുക്കാണെങ്കിൽ ഈ ലിസ്റ്റിലെ എലമെന്റ്സ് ആക്സസ് ചെയ്യണം. അതിനെന്താ വഴിയുള്ളത്? L ഓഫ് 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് എലമെന്റ് കിട്ടി. 0 തൊട്ട് 3 വരെയാണ് ഇതിന്റെ ഇൻഡിസസ്. L ഓഫ് 3 എന്ന് പറഞ്ഞ നമുക്ക് 4 കിട്ടി. L ഓഫ് 4 എന്ന് പറഞ്ഞ എറർ കിട്ടി. എന്താ സംഭവിച്ചത്? 4 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ഈ L എന്ന് പറഞ്ഞ ലിസ്റ്റിനുണ്ടോ? ഇല്ല. ഇൻഡെക്സ് 0 1 2 3 4 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എറർ കിട്ടി. ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എറർ. നമുക്ക് ഈ ലിസ്റ്റിലെ ഒരു എലമെന്റിനെ ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് എലമെന്റിനെ മാറ്റി നമുക്ക് 5 എന്ന് ആക്കണം. അതിനെന്താ വഴിയുള്ളത്? L ഓഫ് 0 ഈക്വൽ ടു 5 ഷിഫ്റ്റ് പ്ലസ് എൻ്റർ പ്രിന്റ് L. 0th ഇൻഡെക്സിലുള്ള എലമെന്റിനെ അങ്ങനെ നമ്മൾ 5 ആക്കി മാറ്റി. നമുക്ക് ഈ ലിസ്റ്റിനെ ആക്സസ് ചെയ്യാൻ L ഓഫ് 0, L ഓഫ് 1, L ഓഫ് 2, L ഓഫ് 3 ഇങ്ങനെ ലിസ്റ്റിനെ ആക്സസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതല്ലാണ്ട് വേറെ രീതിയിൽ ലിസ്റ്റിനെ ആക്സസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ L ഓഫ് -1 എന്ന് പറഞ്ഞെന്ന് വെച്ചോ, അന്നേരം നമുക്ക് ലാസ്റ്റ് എലമെന്റിനെ കിട്ടും. L ഓഫ് -2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് എലമെന്റിനെ, L ഓഫ് -3 എന്ന് പറഞ്ഞാൽ തേർഡ് ലാസ്റ്റിനെ, L ഓഫ് -4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ലാസ്റ്റ് എലമെന്റിനെ. ഇങ്ങനെയും നമുക്ക് ലിസ്റ്റിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാം. നമുക്കിപ്പോൾ മുകളിലുള്ള ഈ ലിസ്റ്റിലെ 5 2 3 4 എന്ന് പറഞ്ഞ ഈ ലിസ്റ്റിലോട്ട് ഒരു നമ്പറിനെ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. L ഡോട്ട് append 6 പ്രിന്റ് L. ഇവിടെ L എന്ന് പറഞ്ഞ ആ ലിസ്റ്റിലോട്ട് നമ്മൾ 6 എന്ന് പറഞ്ഞ എലമെന്റിനെ ആഡ് ചെയ്തു, എന്നിട്ട് പ്രിന്റ് ചെയ്തു. അന്നേരം 6 ആഡ് ആയിട്ടുണ്ട്. L ഡോട്ട് append 8 പ്രിന്റ് L. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ അപ്പൻ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നത് മുഴുവൻ ബാക്കിലാണ്, ലിസ്റ്റിന്റെ ബാക്ക് സൈഡിലാണ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. നമുക്കൊരു സ്പെസിഫിക് ഇൻഡെക്സിൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അതെങ്ങനെ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സിലാ ഒരു എലമെന്റിനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. L ഡോട്ട് ഇൻസേർട്ട് ഇൻഡെക്സ് ഏതാണെന്ന് പറയുക, അത് കഴിഞ്ഞ് ആഡ് ചെയ്യേണ്ട എലമെന്റ് പറയുക. 10 ആണെന്ന് വെച്ചോ. പ്രിന്റ് L. ഇവിടെ നോക്കിയാൽ കാണാം, ഫസ്റ്റ് ഇൻഡെക്സിൽ 10 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് വെച്ചോ ഒരു നമ്പറിനെ. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. L ഡോട്ട് റിമൂവ് 10 പ്രിന്റ് L. ഇപ്പോൾ 10 എന്ന് പറഞ്ഞ ആ നമ്പറിനെ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഇനി നിങ്ങൾക്ക് ബാക്ക് സൈഡിലുള്ള ലിസ്റ്റിന്റെ ബാക്ക് സൈഡിലുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. അന്നേരം നമുക്ക് പോപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. L ഡോട്ട് പോപ്പ് പ്രിന്റ് L. L ഡോട്ട് പോപ്പ് ചെയ്തപ്പം ഈ ലാസ്റ്റിലുള്ള എലമെന്റിനെ റിമൂവ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു പ്രിന്റ് L വഴി. ഇനി നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റിനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. അന്നേരം എങ്ങനെയായിരിക്കും? L ഡോട്ട് പോപ്പ് ഫസ്റ്റ് ഇൻഡെക്സ്. അപ്പം L ഡോട്ട് പോപ്പ് ഓഫ് 1 എന്ന് നമ്മൾ ചെയ്തു. അന്നേരം പോപ്പ് ചെയ്യുന്ന എലമെന്റ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടി. അതായത് പോപ്പ് ആയ എലമെന്റ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി. നമ്മൾ ഡിലീറ്റ് ചെയ്ത എലമെന്റ് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് തന്നു. പ്രിന്റ് L. ഇപ്പം ഇവിടെ 2 ഡിലീറ്റ് ആയിട്ടുണ്ട്. 5 3 4 6 ഉള്ളൂ. നമുക്ക് രണ്ടാമത്തെ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യണമല്ലോ. L ഡോട്ട് പോപ്പ് 2
രണ്ടാമത്തെ എലമെന്റ് അല്ല, രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള എലമെന്റ് എൽ ഡോട്ട് പോപ്പ് 2. അന്നേരം രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവിടെയുള്ള എലമെന്റ് ഏതാണെന്ന് പറഞ്ഞു തന്നു. അത് ഡിസ്പ്ലേയിൽ വന്നു. നമുക്ക് രണ്ട് ലിസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ. എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 4 5 6. നമുക്ക് ബി എന്ന് പറഞ്ഞ ലിസ്റ്റിലുള്ള എലമെന്റ്സ് എയിലോട്ട് വരണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എ ഡോട്ട് എക്സ്റ്റെൻഡ് ബി, പ്രിന്റ് എ. നമ്മൾ റൺ ചെയ്യാൻ മറന്നു പോയതാ. എ ഡോട്ട് എക്സ്റ്റെൻഡ് ബി, പ്രിന്റ് എ. എയിലോട്ട് ബിയിലുള്ള എലമെന്റ്സ് എല്ലാം വന്നു. പ്രിന്റ് ബി ചെയ്താലോ? ബി പഴയതുപോലെ തന്നെ ഇരുന്നു. എ ഡോട്ട് എക്സ്റ്റെൻഡ് ബി എന്ന് പറഞ്ഞാൽ എയിലോട്ട് ബിയിലുള്ള എലമെന്റ്സ് എല്ലാം വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്.